നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും ഈ രക്ഷാദൗത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അർജുൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തന ഘട്ടത്തിലൊന്ന് വരാനുള്ള അവസരം ഉണ്ടാകണമെന്ന് പലപ്പോഴും അവരെ തടയുന്നു എന്നുള്ള പ്രശ്നവും പറഞ്ഞിരുന്നു. അവർക്ക് വന്ന് മറ്റെന്തെങ്കിലും വൈദഗ്ധ്യമുള്ള സംഭാവനകളോ നിർദ്ദേശങ്ങളോ നൽകാനല്ല, പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് അറിയാലോ. ആ മാനസികാവസ്ഥയുടെ ഭാഗമായി അവർക്ക് ഇവിടെ വരണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പം അതിന് സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പൊതുവെ ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി 3 പാസ് 3 പേർക്ക് നൽകാൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചു. പിന്നെ പോലീസുമായി ചില വിഷയങ്ങളുണ്ടായിരുന്നു. പോലീസുമായിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ പരിഹാരം കാണാൻ ആദ്യം ഞങ്ങൾ SP-യുമായി ചർച്ച ചെയ്തു. SP-യുമായി ചർച്ച ചെയ്തതിന് ശേഷം കുടുംബാംഗങ്ങളും SP-യും എല്ലാവരും ഒരുമിച്ചിരുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്, അതുൾപ്പെടെ ചർച്ച ചെയ്തു. അതും ഒരു പരിഹാരം കണ്ടു പോകാൻ എല്ലാവരും ഒരു ടീമായി നിന്ന് പോകുന്നത് പോലെ പോകണം എന്നുള്ളൊരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പാന്തൂൺ കൊണ്ടുവരണമെന്നുള്ളത് ഉൾപ്പെടെ. അതിന് എല്ലാ ശ്രമവും ബന്ധപ്പെട്ടവർ നടത്തി. ഇന്ന് രാവിലെ ഒരു 10-10:30 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇന്നലെ മീറ്റിങ്ങിൽ തീരുമാനിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയ ഘട്ടത്തിൽ അതിന് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് തടസ്സമുണ്ടെങ്കിലും അത് നിർബന്ധമായും നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണ്. മീറ്റിങ്ങിലെടുത്ത തീരുമാനം നിർബന്ധമായും നടപ്പിലാക്കണം. അത് എന്ത് പ്രയാസവും പ്രശ്നമുണ്ടെങ്കിലും എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചു. ജില്ലാ കളക്ടർ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ടീം എത്താനുള്ള സംവിധാനം കളക്ടർ രാജസ്ഥാനിൽ നിന്നാണ് അവരുടെ ഒരു സംഘം വരേണ്ടത്, എത്തിക്കാം. അതിൽ മാറ്റം എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകില്ല എന്ന് അതിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. നേവിയുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. നേവിയുമായി ഞങ്ങൾ രാവിലെ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും കർണാടക ഗവൺമെൻറ്റിനും നേവിയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. നേവിയുടെ മുങ്ങൽ സംഘം കൂടുതൽ വൈദഗ്ധ്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ, നേവിയുടെ മറ്റ് ഇടപെടലുകൾക്ക് മറ്റ് സാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ അതങ്ങനെ. നമ്മുടെ രാജ്യത്ത് നേവിയുടെ ബേസുകളിൽ ഏറ്റവും നന്നായി ഫലപ്രദമായി ഇടപെടാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളെ കൂടി ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് ഇന്ന് ചർച്ച ചെയ്തു. ഇന്ന് നേവൽ സംഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നേവൽ ബേസ് ഏറ്റവും മികച്ച നിലയിൽ, ഇനി ഇതിലും നല്ല നിലയിൽ ഡൈവേഴ്സോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയാവുന്നതാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളിലുള്ളവരുമായി സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഇവിടെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മുങ്ങൽ സംഘമുണ്ട്. അവർ വളരെ കോൺഫിഡൻ്റാണ്. അവരൊരു 8-അംഗ സംഘമുണ്ട്. ആ 8-അംഗ സംഘം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കളക്ടർ തന്നെ അക്കാര്യം പറയും. അവരെ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നുള്ളത് സൂചിപ്പിച്ചു. തഗ് ബോട്ട് സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ സാധിക്കും? തഗ് ബോട്ടിന് നങ്കൂരമിടാൻ കഴിയും. ബോട്ടിൽ നിന്നും മുങ്ങൽ വിദഗ്ധർ വന്നു പോകുന്ന നിലയിലേക്കുള്ള തഗ് ബോട്ടിൻ്റെ സംവിധാനത്തെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് പൊതുവേ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായിട്ടുള്ള തഗ് ബോട്ട് സംവിധാനം ഇവിടെ അധികം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ കൂടി സഹകരണത്തോടു കൂടി പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. കദംബ നേവൽ ബേസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഫ്ലാഗ് ഓഫീസറുമായി ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി മറ്റിടങ്ങളിൽ ഇതിൻ്റെ എന്തെങ്കിലും സാധ്യതകൾ നേവൽ ബേസിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങൾ നമുക്കറിയാം. രാജ്യത്ത് പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ നേവൽ ബേസുകളുണ്ട്. അവിടെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാനോ ഇടപെടാനോ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, അതിനിടപെടണമെന്നുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനിയായ ജില്ലാ കളക്ടർ ശ്രദ്ധപ്പെടുത്തി. ഞങ്ങൾ ആ കാര്യം ശ്രദ്ധപ്പെടുത്തി. അതിൻ്റെ ഭാഗമായി ആ കാര്യവും പൊതുവെ പരിശോധിക്കാമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും ഈ രക്ഷാദൗത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനോട് പൊതുവെ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം. യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ
ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല.